ഇന്നൊരു കുഞ്ഞ് പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്തിരുന്നു പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ കാണാനാണ് താല്പര്യം എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ കൂടുതലായിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. നമ്മൾ ഇന്ന് ഒരു വൈകുന്നേരം സന്ധ്യാവാറായപ്പോഴാണ് ഹണ്ടിങ്ങിനായിട്ട് ഇറങ്ങിയത്. അതുകൊണ്ട് ഒരുപാട് ദൂരമൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ല. കുറച്ച് ചെടികൾ മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷേ നമുക്ക് നല്ല ചെടികൾ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ Iamilhan. ആദ്യം തന്നെ നമുക്ക് കിട്ടിയത് ഒരു കോളിയസ് പ്ലാന്റ് ആണ്. കോളിയസിൻ്റെ നല്ലൊരു വെറൈറ്റി ആണിത്. ഇതിങ്ങനെ വഴിയോരത്ത് ഒരൊറ്റ ചെടി മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ മുൻവശത്തുള്ള വീട്ടിൽ നിന്നും വന്നിട്ടുള്ള ചെടിയാണെന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു. എൻ്റെ കയ്യിലുള്ള ഒരു വെറൈറ്റി ആണിത്. എന്നാൽ ഇത് കാണുമ്പോൾ നമുക്ക് പറിക്കാണ്ട് പോകാനൊരു വിഷമം. അതുകൊണ്ട് ഞാനിതിൻ്റെ കുറച്ച് തണ്ടുകൾ കട്ട് ചെയ്തെടുത്തു. 2-3 തണ്ട് കട്ട് ചെയ്തെടുത്തു. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ ചെടിയാണ്. നമ്മുടെ ഗാർഡൻ കളർഫുൾ ആക്കാൻ പറ്റിയൊരു ചെടിയാണ് ഈ കോളിയസ് പ്ലാന്റ്. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം കിട്ടിയത്. അടുത്തതായിട്ട് ഒരു വൈൽഡ് കലാത്തിയ പ്ലാന്റ് ആണ് കിട്ടിയത്. ഇതും റോഡ് സൈഡിൽ നിൽക്കുന്നതായിരുന്നു. ഇത് നമ്മുടെ ഒറിജിനൽ കലാത്തിയ അല്ല, വൈൽഡ് കലാത്തിയ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇതേപോലെ തോന്നുന്ന ശരിക്കുള്ള കലാത്തിയ വേറെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലീഫ് നല്ല നാരോ ലീഫാണ്. അതിൽ ചെറിയ ചെറിയ ലൈൻസ് ഒക്കെ വരുന്നുണ്ട്. അത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ചെടിയാണ് നമുക്ക് കിട്ടിയത്. ഇത് നമുക്ക് നേരത്തെ ഒരു പ്ലാന്റ് ഹണ്ടിങ്ങിലും കിട്ടിയിട്ടുണ്ട്. ഇഞ്ചത്തൊട്ടി വഴി നമ്മൾ നടത്തിയ പ്ലാന്റ് ഹണ്ടിങ്ങിലും ഈ ചെടി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരൊറ്റ തൈയായിട്ട് മാറി നിന്നൊരെണ്ണം ഞാൻ പറിച്ചെടുത്തു. ഒരു തൈയെ ഞാൻ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇത് ഒരു കൈ കൊണ്ട് ഞാൻ ഫോൺ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് പറിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഫോൺ വീഡിയോ കുറച്ച് ഷേക്ക് ആയിട്ടുണ്ടാവും. അത് നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് പരിശ്രമിച്ചിട്ടാണ് അത് പറിച്ചെടുത്തത്. എന്നാലും അതിൻ്റെ വേരോട് കൂടി തന്നെ നമുക്ക് ആ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരൊറ്റ ചെടി നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ബുഷിയായിട്ട് ചട്ടിയിൽ നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയത്. ഞാനങ്ങനെ പോരുന്ന വഴിക്കാണ് കുറേയധികം ചേമ്പിൻ്റെ ചെടികൾ നിൽക്കുന്നത് കണ്ടു, തൈകൾ. അപ്പോൾ അതിൽ 1-2 തൈകളുടെ ഇല നോക്കിയപ്പോഴാണ് നല്ല ഒരു അലോക്കേഷ്യ പ്ലാന്റ് പോലെ, നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു അലോക്കേഷ്യ പ്ലാന്റ് പോലെ തോന്നുന്നില്ല ഈ ചെടി. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ ഒരു ഇത് തോന്നി. പക്ഷേ അതിൻ്റെ തണ്ടുകൾ സാധാരണ ചേമ്പിൻ്റെ തണ്ട് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇലയ്ക്ക് പക്ഷേ ഇങ്ങനത്തെ ഒരു ഷെയ്ഡും ഉണ്ട്. പക്ഷേ ഞാൻ ഈ പ്ലാന്റ് പറിച്ചില്ല കേട്ടോ. ഞാൻ വെറുതെ നിങ്ങളെ ഒന്ന് വീഡിയോയിൽ കാണിക്കാം എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ചേമ്പിനൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഷെയ്ഡ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് പറയാം. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അടുത്തതായിട്ട് ഡ്രസീനിയയുടെ ഒരു വെറൈറ്റിയാണിത്. നല്ല ഹൈറ്റ് വെച്ച് പോകുന്ന, നമുക്ക് എന്താ പറയുക, ഒരു വേലിയായിട്ടൊക്കെ മിക്ക സ്ഥലങ്ങളിലും പിടിപ്പിച്ചിട്ടുള്ള ഒരു ഡ്രസീനിയ പ്ലാന്റ്. ഈ ഒരു പ്ലാന്റ് നമുക്ക് നേരത്തെയും കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയ പ്ലാന്റ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, പ്ലാന്റ്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ എന്താണ് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.